എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഈ മജ്‌ലിസ് അല്ലാഹു കബൂലാക്കി തരുമാറാവട്ടെ. നാഫിയായ ഇൽമു പഠിക്കുകയും ജീവിതത്തിൽ അത് പകർത്തുകയും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു മഹാൻ ചൊല്ലുക, ഐതു ബി തൗറാത്ത് ചൊല്ല അല്ലാഹുവിന്റെ കിതാബിൽ നാം കണ്ടേ. തൗറാത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു ഇറക്കി കൊടുത്ത കിതാബാണ്. ആ കിതാബിൽ ഉള്ള ഉപദേശം ഖാലല്ലാഹു തആല, അല്ലാഹു ചൊല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ 4 ഗ്രന്ഥങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യരെ നന്മകളായിട്ടാണ്. മനുഷ്യരുടെ എല്ലാ ഉപദേശങ്ങളും എല്ലാ ഗ്രന്ഥത്തിലുമുണ്ട്. കാലകാലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നബിമാർക്ക് ഇറക്കി കൊടുത്ത ശരിയാത്ത്. ചില ആത്മാർക്ക് കിതാബ് കൊടുത്തു, ചില ആത്മാർക്ക് ചെറിയ ചെറിയ രേഖകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക. അതെല്ലാം ആ സമുദായത്തെ നന്മകളായിട്ടാണ്. അവസാനം ഇറക്കപ്പെട്ട കിതാബാണ് അൽ ഖുർആനുൽ അദീം, അൽ ഫുർഖാനുൽ അദീം, പരിശുദ്ധ ഖുർആൻ. അതിലെല്ലാം ഉണ്ടായതുകൊണ്ട് ഉണ്ടാവുന്നതെല്ലാം നിറക്കപ്പെട്ട കിതാബാണ് പരിശുദ്ധ ഖുർആൻ. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. അത് വെന്തുള്ള ആൾമാർക്ക് മാത്രമേ വെന്തു, അല്ലാത്ത ആൾമാർക്ക് വെന്തില്ല. പലപ്പോഴും ഓരോ മാത്രം നമുക്ക് വെന്തു. അതിന്റെ ഉള്ളത്തെ വിശാലമായ ആശയങ്ങൾ ഞങ്ങളെപ്പോലത്തെ ആൾമാർക്ക് വെന്തിക്കില്ല. ഇമാമിങ്ങളെല്ലാം അത് നമുക്ക് വഴിപാടി തന്നതാണ്. അപ്പൊ ഇവിടെ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ചേർത്ത് തൗറാത്ത് നാം നോക്കിയേ. അങ്ങനെ നോക്കുമ്പോ അല്ലാഹു തആല ചെല്ല ഇന്ന് തൗറാത്തും ഇഞ്ചീലും എല്ലാം മാറ്റിവയ്ക്കപ്പെട്ട രൂപത്തിലാണ്. പണ്ട് അള്ളാഹു ഇറക്കിയതുപോലെ ഇന്ന് ഒന്നും കാണാൻ സാധ്യയില്ല. ഇത് പണ്ടത്തെ തൗറാത്ത് ഇറക്കിയാണ് കഅബുൽ അഹ്ബാർ ചെല്ലെ. അതിൽ നോക്കിയപ്പോ അള്ളാഹു തആല മനുഷ്യരൊട്ടിക ചെല്ലെ, യബ്ന ആദം, ഓ മനുഷ്യ, മനുഷ്യരുടെ നന്മവും അവരുടെ സമാധാനത്വവും അവരുടെ എല്ലാവിധ ഇസ്സത്തുമുള്ള ഒരു മറുത്താണ്. എന്താക്കണം നീ? യബ്ന ആദം, ഓ മനുഷ്യ, ഇൻ റദീത ബിമാ ഖസംതു ലക, നിക്ക് നാൻ ഓടിയാക്കി തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെടേണ്ടായെങ്കിൽ, നിക്ക് നാൻ എന്താ തന്നെ അത് നിക്ക് തൃപ്തി കൊണ്ടുണ്ടായെങ്കിൽ അറഹ്തു ഖൽബക വ ബദനക, നിന്റെ ഖൽബും നാൻ റാഹത്ത് തന്നെ, നിന്റെ ശരീരത്തും നാൻ റാഹത്ത് തന്നെ. വ അൻത മഹ്മൂദുൻ ഇൻദി, നിന്റെ മുട്ട ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെട്ട ആളാണ്, നീ നല്ല ആളാണ്. അപ്പൊ നീ നിന്റെ മുട്ട നല്ല ആളാവും, നിന്റെ ഖൽബും നിന്റെ ശരീരത്തിന് നല്ല ആരോഗ്യം, മനസ്സും നല്ല ആരോഗ്യം, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ശരീരവും മനസ്സും റാഹത്താവണം ഉണ്ടായെങ്കിൽ നീ ആത്മനായ സ്വറ നിക്ക് നാൻ എന്ത് തന്നെ അതുകൊണ്ട് നീ റാഹത്താവും, ഇഷ്ടപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ച വിധിയിൽ തൃപ്തിപ്പെടുന്ന ആളുകളുണ്ടായെങ്കിൽ നിന്റെ ഖൽബിൽ നല്ല റാഹത്ത് ഉണ്ട്. തൗറാത്തിൽ നാം കണ്ടാണ് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ചൊല്ലെ. അത് മുഅ്മിനീങ്ങളായ ഞങ്ങളുടെ വിശ്വാസവും കൂടിയാണ്. വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, ഖദർ കണക്ക് അത് ഖൈറായെങ്കിലും ഷർറായെങ്കിലും എല്ലാം അല്ലാഹുവിന്റെ മുഖത്തെയാണ്. അത് തൃപ്തിപ്പെടുന്ന മനസ്സ് നക്കൊണ്ടുണ്ടായെങ്കിൽ മാത്രമേ നിന്റെ വലിയ അൽ മുഅ്മിനുൽ കാമിൽ, സമ്പൂർണ്ണമായ മുഅ്മിൻ എന്ന് ചൊല്ലെ. അപ്പൊ നിക്ക് ഞാൻ എന്ത് തന്നെ അതുകൊണ്ട് നീ തൃപ്തിപ്പെടണം, എങ്കിൽ മനസ്സ് നല്ല റാഹത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് തൃപ്തിപ്പെടുമ്പോ മനസ്സ് റാഹത്ത്. അതേസമയത്ത് അത് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ മാനസികമായ ആരോഗ്യം തകർന്നു കൊണ്ടു, അതോട്ടിക്ക് ശരീരവും മെലിഞ്ഞു കൊണ്ടു അനാരോഗ്യത്തിൽ അവൻ പെട്ടുകൊണ്ടാണ്. എന്നിട്ട് തൗറാത്തിൽ ചെന്ന വളക്കം തറുവ ബിമാ ഖസംതു ലക, നിക്ക് നാൻ ഓടിയാക്കി തന്നത് നിക്ക് തൃപ്തിയേ ഇല്ല, എന്ത് തന്നെന്നും വയ്യാവില്ല, ഇത് വയ്യായില്ല, ഇത് വയ്യായില്ല, പിന്നെയും നീ എത്തി നോക്കിയോണ്ടേ ഉള്ളായെങ്കിൽ സല്ലത്തു അലൈക ദുനിയ, നാൻ തന്നെ നിക്ക് വയ്യാവില്ലല്ലേ. അതുകൊണ്ട് അല്ലാഹു എന്താക്കാൻ ചോദിച്ചു, നിന്റെ പേരിൽ ദുനിയാവിടെ ഞാൻ ഏൽപ്പിക്കുക, ദുനിയാവിടെ നിന്റെ പേരിൽ ഏൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിക്കുമ്പോ എന്താ ഉള്ളൂ, നേരത്തെ അള്ളാഹു നക്കിപ്പറ തന്നോണ്ടുള്ള നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ല, പ്രയാസം ഒന്നും ഇല്ല, അള്ളാഹുടെ മുട്ടത്തിൽ കിട്ടിയോണ്ടോ. ഇപ്പൊ അങ്ങനല്ല, നമുക്ക് എത്ര തന്നങ്ങും വയ്യാവില്ല, എത്ര കിട്ടിയങ്ങും വയ്യാവില്ല. അങ്ങനെ ആവുമ്പോ ദുനിയാവിടെ നിന്റെ പേരിൽ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഏൽപ്പിച്ചിട്ടാണ് എന്താ ഉള്ളൂ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ചെല്ല നീ ഭൂമിയിൽ നട്ടത്തിരുത്. എന്നിട്ടോ നിന്റെ മുട്ട ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ട ആളായി മാറുകയാണ്. നാൻ തന്നത് തൃപ്തിപ്പെടുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളാണ്. ഈ ഒരു വിഷയക്കത്ത് ഒരാൾക്ക് അധികാരം കിട്ടുന്ന വിചാരിക്കാം. ചില ആൾമാർ അധികാരത്തിൽ എത്തി നോക്കിക്കൊണ്ടിരിക്കാറ്, എപ്പോ നല്ല അധികാരിയാക്കാറ്, എനിക്ക് എന്ത് സ്ഥാനം കിട്ടുന്നത് ചോദിട്ടു കേട്ടിട്ട് സ്ഥാനത്തെ ഒരാൾ എടുക്കാറ്, അല്ലെങ്കിൽ സ്ഥാനം ഒരാൾ വയസ്സറാണ്ടായെങ്കിൽ അള്ളാഹു അത് ഇഷ്ടമില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചൊല്ലുക, ലാ തസ്അലിൽ ഇമാറ, നീ അധികാരത്തെ കേൾക്കുക, അധികാരത്തെ കേട്ടിട്ട് എടുക്കുക.
അതേ സമയത്ത് നിക്ക് അധികാരം അള്ളാഹു സുബ്ഹാൻ നീ കേട്ടിട്ട് എടുത്താണ്ടായിട്ട് നിന്റെ മേഖലകളിൽ അള്ളാഹു ഏൽപ്പിച്ചുകൊള്ളുക. ചെന്നിട്ട് അള്ളാഹു നമുക്ക് സഹായിക്കില്ല കുക്കിൽ തൈരയില്ല നിന്റെ മേഖല ഏൽപ്പിച്ചുകൊണ്ട് ഇത് വേണ്ടാക്ക്. അതേ സമയത്ത് നീ കേൾക്കാണ്ട് നിനക്കൊരു അധികാരം കിട്ടിയിട്ട് വിചാരിക്കാം ഏതെങ്കിലും നല്ല വൃത്തി കിട്ടിയിട്ട് സ്ഥാനം കിട്ടിയിട്ട് നീ കേൾക്കാണ്ട എല്ലാവരും കൂടി നീ ആക്കിയാൽ എങ്കിലോ ഒഴിത്ത അലയിഹ അള്ളാഹുടെ ഭാഗത്ത് നിനക്ക് സഹായം കിട്ടുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഏത് വിഷയം അത്ര നല്ല മനസ്സ് കാണാം അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കണേ. അപ്പൊ ഞാൻ തന്നതിൽ നിനക്ക് തൃപ്തി കൊണ്ടുണ്ടായെങ്കിൽ അള്ളാഹു നല്ല ഖൽബും നല്ല റാഹത്തും ശരീരത്തും തന്ന അതില്ലാത്ത കാലത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ട ആളായി നീ മാറേണ്ടാണ്. തൗറാത്തിൽ ചെന്ന ബറക്ക കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു നമുക്ക് വഴിപാടി തന്നുകൊണ്ടുള്ള വിശാലമായ ആശയങ്ങളുള്ളതാണ്. എല്ലാവർക്കും കൊടുക്കുമ്പോൾ പഠിച്ചോണം. ആ കൊടുക്കുമ്പോ പഠിച്ചോൻ തന്നത് നമുക്ക് തൃപ്തിയാവണം. ഉദാഹരണത്തിന് ഒരാൾക്ക് നല്ല സമ്പത്ത് അല്ലാഹു തആല കൊടുക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് നല്ല സ്ഥാനം കൊടുക്കാം, ഒരാൾക്ക് നല്ല വാഹനം കൊടുക്കാം, ഒരാൾക്ക് നല്ല കൊടുക്കാം. ഏത് സമയത്തും കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. കൂടെ നാൻ വെച്ചിട്ട് അവനിക്ക് അത് കിട്ടിയ നക്കല്ല് കിട്ടുന്നതായിട്ടൊന്നുകൊണ്ട് ധരിച്ചെങ്കിൽ നാൻ വഴങ്ങിപ്പോണ്ടല്ലാണ്ട് അവന്റെ ഊരിയെടുക്കാൻ സാധ്യമില്ല. കാരണം കൊടുത്തവൻ അല്ലാഹുവാണ്. അള്ളാഹു അവനും കൊടുക്കുമ്പോൾ നക്കും അല്ലാഹു തരും. കാരണം ഖജനാവ് വിശാലാണ്. കൊറോണ വന്നപ്പോ ഖജനാവെ ഇല്ലാണ്ടായി പോയിട്ട് തീര് പോയിട്ട് കൊടുക്കുലൊക്കെ വീസലാത്തി വരെ കെട്ടിവെച്ചാൽ കൊടുത്തില്ല. ഇത്ര കൂട്ടി കൊടുക്കണായത് പാതി കൊടുത്തില്ല, താഴ് കൊടുത്തില്ല. കാരണം ഖജനാവ് തീര് പോയിട്ട് അള്ളാഹുടെ ഖജനാവ് അങ്ങനല്ല, അത് തീർന്നേ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖജനാവ് ഒരിക്കലും തീർന്നു പോകാത്തതാണ്. ആരും പേടിക്കലകത്തിയില്ല. തണ്ടവണം പഠിച്ചോണം. ഈ വിശ്വാസം തന്റെ മനസ്സിൽ ഉറച്ചു വന്ന അതുക്കാണ് ഈമാൻ ചെല്ല്. ആരും എന്തെടുത്തെങ്കിലും നക്ക് സന്തോഷമാണ്, നക്കും കിട്ടും നാം ദുആർക്ക. അതേ സമയത്ത് ഞങ്ങളെപ്പോലത്തെ ആൾമാർ പലപ്പോഴും അവരുടെ സീക്കെതിരെങ്കിൽ അവൻ്റെത് ഇല്ലാണ്ടാവും. അവൻ്റെത് ഇല്ലാണ്ടായിട്ട് അതുപോലെ നക്ക് കിട്ടണമെന്ന് ചെല്ലുമ്പോ അള്ളാഹുടെ അധികാരത്തിൽ നാം കൈയിട്ട് പറയും. കാരണം അവന് കൊടുത്തോളം പഠിച്ചോണാണ്. ആണല്ല, ഞാൻ അവൾക്ക് 5 പൈസ കൊടുത്തിട്ടില്ല, കൊടുത്തോളം പഠിച്ചോണാണ്. അപ്പൊ അവന് കൊടുത്തത് ആയില്ല ചൊന്നിട്ട് നാം അവിടെ അസൂയപ്പെടുക എങ്കിൽ നാം കറങ്ങിപ്പോണ്ടല്ലാണ്ട് അവനെന്തും ആവില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ മക്കത്തിൽ പ്രവാചകരായി നബിയായി നിയോഗിക്കപ്പെട്ട ചെന്ന ആൾമാരുടെ അസൂയയും. കാരണം 40 വർഷം അൽ അമീനായി ജീവിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും കേസില്ല, ആർക്കും തകരാറില്ല, നല്ല ആളാണ്, വിശ്വസ്തരായ ആളാണ്. ശത്രുക്കളെ സ്വത്തുവരെ നബി ആയാൽ പിന്നെയും രംഗങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുമ്പോൾ കൊടുത്തു നിന്നാണ്. അപ്പൊ നബിത്തങ്ങളെ വ്യക്തിത്വത്തെ വലിയ ഒരു അക്ഷരം ചെലവില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40ാമത്തെ വർഷത്തിൽ ഏകദൈവ സിദ്ധാന്തവുമായി വന്ന് നല്ല സംസ്കാരവുമായി വന്ന് ഇത് വന്നപ്പോ കുറെ ആൾമാർ വിശ്വസിക്കുക കൂട്ടാക്കിയില്ല. അതുപോലെ നല്ല ചങ്ങായിമാരാണ്. പക്ഷെ ഈ സിദ്ധാന്തം ചൊല്ലുമ്പോ കൂട്ടാക്കിയില്ല. അതുകൊണ്ടുള്ള കാരണം എന്താ? ഏറ്റവും പ്രമുഖ കാരണം അബൂജഹൽ അടക്കമുള്ള ആൾമാർ ചൊന്ന കാരണം എന്താ? ഗുലാമുൻ യതീമുൻ കൈഫ ബഅസ അല്ലാഹു നബിയ. ഈ ഒരു യതീമായ കിടാവിനെ എങ്ങനെ അല്ലാഹു നബിയാക്കി? ഇവിടെ നബിയാക്കുക എത്ര ആൾമാരിന്നാണ്, നല്ല പോലത്തെ ആൾമാരില്ലേ? അതായത് രോഗം വേറെയാണ്, മനസ്സിന് പിടിച്ചെനിക്ക് എത്ര രോഗമാണ്. മുഹമ്മദിന് എങ്ങനെയാണ് നബിയാക്കുക? ഇത്രയും വലിയൊരു സ്ഥാനം മുഹമ്മദിന് കൊടുക്കണമോ? മുഹമ്മദ് യതീമായ കിടാവല്ലേ? അങ്ങനെ ഭാഷ. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത്, നഹ്നു ഖസദ്നാ ബൈനഹും മഈശതഹും. ആർക്ക് എങ്ങനെ വേണമെന്ന് ചൊന്നിട്ട് അധികാരം ഓതിയാക്കി കൊടുക്കണമെന്ന് നാനാണ്. അപ്പൊ നിന്റെ അധികാരത്തിൽ കൈയിട്ടവർ പരാജയപ്പെട്ടു കൊണ്ടാ. ഇത് പണ്ടേ ഉള്ളത്തെ രോഗമാണ്. പിന്നെ ഒരാളോട് ഞാനത്ത് കിട്ടുമ്പോ അതിനിങ്ങനെ അസൂയപ്പെട്ടും മനസ്സിങ്ങനെ കരങ്ങിപ്പോണ്ടത് ശരിയല്ല. നിന്റെ മനസ്സിന് സമാധാനം കിട്ടണുണ്ടായെങ്കിൽ അള്ളാഹു നക്കെന്ത് തന്ന അതിന് ഏറ്റവും നല്ല സന്തോഷം. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ട് വിശാലമായ വിഷയങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ചെന്ന ഒരു ഹദീസ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ചെന്ന ഹദീസ്, അതായത് ഇതെല്ലാം എന്തിനുള്ള മറന്ന് ചെന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തട്ടണ എങ്ങനത്തെ മറന്നാണ്. ഈ മറന്നെല്ലാം സ്വീകരിച്ചെങ്കിൽ ഒരു ടെൻഷനും ജീവിതത്തിൽ പണ്ടില്ല, ഒരു പ്രയാസവും പണ്ടില്ല, നല്ല റാഹത്തോടെ ജീവിക്കാം. കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് മൻ അറാദ സാഹിബൻ അല്ലാഹു യക്ഫി. ഒരാൾക്ക് ഒരു ചങ്ങായി വേണമുണ്ടായെങ്കിൽ എന്താക്കണം? റിക്വസ്റ്റ് കൊടുക്കും. ഫേസ്ബുക്ക് എവിടെ എത്ര ചങ്ങായിമാരാണ് ഓരോരുത്തർ ചെന്ന് കേൾക്കും. എത്ര അഭിമാനികളുള്ള എന്റെ പേജിൽ എത്ര ആൾമാരുള്ള എന്ന് എന്നിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരാൾ സ്വാഹിബ് വേണം എങ്കിൽ അല്ലാഹു മയ്യാവും.
കാരണം ഈ ചൊന്ന ചങ്ങായിമാർ ആരും നന്റെ കൂട്ടുക വന്നേയില്ല. നക്കൊരു പ്രയാസം ഉണ്ടായിട്ട് മുസീബത്ത് ഉണ്ടായിട്ട് ചൊന്നെങ്കിൽ അവൻ പിന്നെ അവന്റെ ഹാളിൽ കൊണ്ടാവും. എനി ടൈം നന്റെ കൂട്ടുകൊരാൾ കിട്ടണുണ്ടായെങ്കിൽ കിട്ടണം അള്ളാഹു മാത്രം. ഒരു സാഹിബും ചൊന്നെങ്ക ചങ്ങായി നന്റെ കൂടെ നിൽക്കണവും എല്ലാ സമയത്തും കൂടെ നിൽക്കണവും അള്ളാഹു സുബ്ഹാനഹു വ തആല. ഒരു മഹാന്റെ ഒരാൾ ചൊന്നു ഞാൻ നിങ്ങളെ ചങ്ങായിയാക്കണേ. അപ്പൊ അയാൾ ചൊന്നു ഞാൻ മരിച്ചു പോയി, നീ എന്താക്കണേ? മരിച്ചു പോയി ചങ്ങായി നഷ്ടപ്പെട്ടു. നിങ്ങൾ മരിച്ചു പോയിരുന്നാണ്. അപ്പൊ ഇയാൾ മരിക്കാത്തടത്തോളം ആരത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവനെപ്പോഴും ജീവിച്ചിരിക്കുന്നവനാണ്. ഒരു കാലത്തും അവൻ മരിച്ചുകൊണ്ടില്ല. അതുകൊണ്ട് അള്ളാഹുടെ നീ ചങ്ങായിയാക്ക്. അപ്പൊ നബിക്കത്ത് ചൊന്ന പലക്കെ എത്ര സ്പഷ്ടമാണ്. ഒരാളുടെ ചങ്ങായി വേണമുണ്ടായെങ്കിൽ അവന്റെ ഉറക്കത്തിലും ഉണർവിലും അവന്റെ യാത്രകളും അവന്റെ റായത്തിലും ഏത് സമയത്തും കൂട്ടുനിൽക്കുന്ന ആള് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. പലപ്പോഴും ആ വിശ്വാസം ഞങ്ങളെ മുട്ടത്തെ പോകുന്നു. ഞങ്ങൾ ആരാധമാണ് നൽകിയിട്ടുള്ള എല്ലാം കഴിഞ്ഞ പിന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ എന്തെല്ലാം സമസ്യകൾ വന്നിട്ടുണ്ടോ, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ, പ്രതിഭടനാക്കുക, പലതുമാക്കുക, എല്ലാക്കട കൈകാലുത്താക്കുക. പക്ഷെ ആ കൈകാലുത്താക്കണോ നിസ്കാരത്തിലില്ല പോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന 5 മിനിറ്റ് ദോറങ്ങളാണോ ഈ ഷർവൊന്നും ഇല്ലാണ്ടാക്കുള്ള വേണ്ട അള്ളാഹുട്ടിയ ദോറത്തില്ല. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് പഠിച്ചുകൊണ്ടിരിക്കൊണ്ടവൻ. അതല്ല, എല്ലാത്താറ്റി ഫസ്റ്റ് പോണായ അള്ളാഹുടെ മുട്ടാണ്. ഈ ആഗ്രഹിക്കത്തെ എല്ലാം നല്ലതാണ്, പ്രതിഭടന എല്ലാം വേണം. പക്ഷേ എല്ലാത്താറ്റി മുന്നോട്ട് തവക്കുൽ അള്ളാഹുട്ടിയാണ്. ഈ ആഗ്രഹിക്കത്തെ ആൾമാർ എല്ലാം കൂടി 2 മിനിറ്റ് അള്ളാഹുട്ടിയത് പറക്കും. അപ്പൊ എല്ലാത്തിനും പരിഹാരം കണ്ടവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. മൻ അറാദ സാഹിബൻ, ഒരാൾക്ക് ചങ്ങായി വേണമെന്നുണ്ടായെങ്കിൽ അല്ലാഹു മയ്യാവും. ഒരാൾക്ക് മങ്ങിലായാൻ പേരിക്കാം, നല്ല സുന്ദരിയായ ഭാര്യ അവന് കിട്ടിയാൽ. പക്ഷേ ഈ പെഞ്ഞായിരം ഒട്ടിക്ക് എത്ര കാലം അവൻ ജീവിക്കുക ചെല്ലകാവുന്നെ. മങ്ങിലായന്റെ മരിച്ചു വൈകിട്ട ഭാര്യമാരുള്ള മങ്ങിലായന്റെ ആക്സിഡന്റിൽ പെട്ടിട്ട് ഭാര്യ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയ സംഭവങ്ങളുണ്ട്. വീട്ടുകൂടാക്കി മുതൽ മരണപ്പെട്ടു വൈകിട്ട സംഭവങ്ങളുണ്ട്. ഈ ഭാര്യ നല്ല മുട്ട രണ്ടാളിൽ ചൊന്ന് കാത്തു നിന്നെത്ത ആൾ നിരാശപ്പെട്ടു പോയ ആ പെഞ്ഞായി ചങ്ങായിയാവും പറ്റാത്തവളാണ്. ഇനി മക്കളോ അവൻ നഷ്ടപ്പെട്ടു പോകാറ്. ഏത് ചങ്ങായിമാരും ഇനി ബന്ധന്റെ അവസാനം കബർ വരെ വേണ്ട. കബറിൽ നല്ല കാത്ര, പിന്നെ നഷ്ടപ്പെട്ടി ആരുമില്ല. എത്ര നല്ല പലക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ചിന്തിക്കണായ മനസ്സിലാക്കണായ പലക്ക ചെന്ന് നിനക്ക് സ്വാഹിബ് വേണമെന്നായി നീ അള്ളാഹുടെ ചങ്ങായി പാടാക്കണോ, അള്ളാഹുടെ നീ വിശ്വാസണോ, നിനക്ക് വായു കണ്ടവണോ, നിനക്ക് ആഹാരം കണ്ടവണോ, നിനക്ക് പദാർത്ഥം കണ്ടവണോ, എല്ലാവിധ സൗകര്യങ്ങൾ നീ കാട്ടി തന്നവണോ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ഒരു 5 പൈസ അപ്പുറം കൊടുക്കാൻ എല്ലാവിധ നിയമത്ത് നക്ക് തന്നവൻ ആരുടെ കേട്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. നല്ല കണ്ണിന് കാഴ്ച തന്നവൻ അല്ലാഹുവാണ്. നല്ല കാതിൽ കേൾവി ശക്തി തന്നവൻ അല്ലാഹുവാണ്. നല്ല കാൽക്ക് നടക്കുള്ള ശക്തി തന്നവൻ, നല്ല കൈകാൽ അപ്പുറം ഇവിടെ ചലിപ്പിക്കുള്ള ശക്തി തന്നവൻ അല്ലാഹുവാണ്. ഈ ചലന ഈ ശക്തി ഏത് സമയത്തും ഓടിയെടുക്കുക അല്ലാഹു സാധ്യ. പിന്നെ ഏത് കമ്പനിയാച്ചക്കും രണ്ടാമത് തിരിച്ചു തരുന്നത് സാധ്യമേ ഇല്ല. ഏത് കോട്യാധിപത്യവും സാധ്യമേ ഇല്ല. ചിലപ്പോ ഓക്സിജൻ പറ്റി കുറച്ച് സമയം വെക്കുവാറ്. പക്ഷെ അള്ളാഹുടെ അജൽ പറഞ്ഞിട്ട് ദീനോണ്ടു, നല്ലൊട്ടിക പൈസ കൊണ്ടു, നല്ലൊട്ടിക സ്ഥാനമാനങ്ങളുണ്ടു എന്ത് ചൊല്ലിട്ടും സാധ്യമില്ല. അപ്പൊ മനുഷ്യന്മാരെ നമ്പിയെങ്കിൽ അതൊരു ടൈറ്റോളം മാത്രമാണ്. ശാശ്വതമായി നക്ക് ബച്ചാവും, നക്ക് രക്ഷ കണ്ടവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് കൂടെയുള്ള എല്ലാ മനുഷ്യന്മാരുടെ മനസ്സിൽ പറഞ്ഞായ അള്ളാഹുടെ വിസ, ആ അള്ളാഹുടെ വിസ വരുമ്പോഴാണ് ദുനിയാവിനോട് ബച്ചാവോടെ ആഖിറത്തോട് ബച്ചാവോടെ എല്ലാ ടൈമിലും രക്ഷപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. ബഹുമാനപ്പെട്ട ഇമാം മുല്ലാലിയുൽ ഖാരി റഹിമഹുല്ലാഹ്, ആ മഹാൻ അയാൾ മിശ്കാത്തുൽ ഷർഹിൽ ഒരു പക്ക ചെല്ല് ഏത് ജീവികൾക്കും ഭക്ഷണം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഞാൻ ആ സംഭവം നോക്കി അത്ഭുതപ്പെട്ടു പോയ കാക്ക കുഞ്ഞു വെച്ചെങ്കിൽ കറുത്ത കാക്ക, വെളുത്ത കാക്കയുടെ ആളും കാണില്ല, എവിടെ ഇല്ല വെളുത്ത കാക്ക, കറുത്ത കാക്ക കുഞ്ഞു വെച്ചിട്ട് വേണ്ട. കുഞ്ഞു വെച്ച പാട് ആ കുഞ്ഞി വെളുത്തിട്ടാണ്. അപ്പൊ ഈ കാക്ക ഉണ്ടാകും ഈ നല്ല കുഞ്ഞല്ലാണ്ട് നീ പ്രസവിച്ചെങ്കിട്ട് കുഞ്ഞിനെ കൊണ്ടിട്ട് കാക്ക മാറിപ്പോയിട്ട് ഇത് വായിച്ചപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയി. ഈ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണവൻ ആറ്. പ്രസവിച്ച ഉടനെ ഉമ്മ ഓടിപ്പോണ്ടെങ്കിൽ അർത്ഥമില്ലേ, ഉമ്മ മലപ്പാവ് കൊടുക്കണ്ടേ, ഉമ്മ ഈ കിടാവെ ബച്ചാവാക്കണ്ടേ. പ്രസവിച്ച ഉടനെ ഇത് ഓടിപ്പോയിട്ടുണ്ടായെങ്കിൽ ഈ കാക്കയുടെ രക്ഷപ്പെടുത്തവൻ ആറ്. കാക്കയുടെ കുഞ്ഞ് ചത്തുപോയിത്ത എന്തും ആവില്ലേ, കാക്കയുടെ കുഞ്ഞ് ചത്തുകൊണ്ടില്ലേ. അവിടെ എറുമ്പും അല്ലാത്ത സാധനങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഈ കാക്കയെ കൊടുക്കൂ. എന്നിട്ട് ഇത് വലുതാവുള്ളൂ, ഇതിലെ ഈ ബണ്ണ ചേരാവുള്ളൂ, കറുപ്പാവുള്ളൂ. അപ്പൊ ഉമ്മ രണ്ടാമത് കൊണ്ട് നോക്കുമ്പോ നല്ലതേ കുഞ്ഞി ഉമ്മ അതിലെ കൂട്ടുണ്ടാകും. അപ്പൊ പ്രസവിച്ച ഉടനെ ഉമ്മ കൈകാൽ കൊടുക്കുക, വിട്ട് ഓടുക.
ആ കിടാവിനെ രക്ഷപ്പെടുത്തുന്നവനാണ് അള്ളാഹുവാണ്. ഏത് കടലിന്റെ നടു നിങ്ങൾ കുടുങ്ങിയാണെങ്കിലും അവിടെ രക്ഷപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ പലപ്പോഴും അനുഭവമുള്ളൂ. ഇടത്ത് വെച്ച് ഫ്ലൈറ്റിങ്ങനെ കുന്നൂസുള്ളൂ ആൾമാരെല്ലാം എപ്രാളപ്പെടാറ് എന്ത് ചെയ്യും, എന്താക്കും, ഒരു രക്ഷയുമില്ല. 10 മിനിറ്റ് ഫ്ലൈറ്റിങ്ങനെ കുടുങ്ങിയെങ്കിൽ എന്താക്കും? അവിടെ എല്ലാം പടച്ചോണ്ട് നെനപ്പുകൊണ്ട് യഥാർത്ഥത്തിൽ റബ്ബ് നെനപ്പുകൊണ്ട് ഞാൻ അവിടെ മാത്രം അള്ളാഹു മാത്രമാണ് അവിടെ ബച്ചാവുക, രക്ഷപ്പെടുത്തുള്ളൂ. നോക്കൂ, ഏത് ചങ്ങായും തന്നെ രക്ഷപ്പെടുത്തുകൊള്ളുന്നില്ലേ. അപ്പൊ ജീവിതത്തെ ഏത് മേഖലയിലും നല്ല കൈപിടിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം, ആ അസ്രായീൽ അലൈഹിസ്സലാമിനൊട്ടിയെ സുബ്ഹാനല്ലാഹ് അള്ളാഹു കേട്ട ഏതെങ്കിലും ഒരു ജീവിയുടെ റൂഹ് പിടിക്കുമ്പോ നിങ്ങൾക്ക് ബേജാറായതാണ്. അസ്രായീൽ അലൈഹിസ്സലാം പോയിട്ട് റൂഹ് പിടിക്കുമ്പോ ബേജാറായി എന്താവും? എത്ര ആൾമാർ ബാക്കിയാവല്ലേ? ഈ പെഞ്ഞായാലും റൂഹ് എങ്ങനെ പിടിക്കുക മാപ്പിളോട് കൂട്ടുകൊണ്ടുള്ള അതുകൊണ്ടു റിക്വസ്റ്റ് ആക്കിയ മാപ്പിള അസ്രായീൽ അലൈഹിസ്സലാം എന്റെ പെഞ്ഞായി മങ്ങിലായിട്ട് 2 നാളായിട്ട് 2 വർഷം എന്റെ കേട്ട അസ്രായീൽ അലൈഹിസ്സലാം പൊട്ടുപോന്ന അസ്രായീൽ അലൈഹിസ്സലാം കൂടിയിട്ടുള്ള കരുണ തോന്നിയില്ലെങ്കിൽ എത്ര ആൾമാർ ബാക്കിയാവത്ത? അള്ളാഹു കേൾക്കടെ ഇത്രയും കോടിക്കണക്കിൽ ആൾമാരെ മെച്ചന്മാരെയും അല്ലാതെയും റൂഹ് പിടിക്കുമോ നിങ്ങളാണ് എത്തിച്ചത്. ഏതെങ്കിലും ഒരു ജീവിയെ റൂഹ് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ബേജാറായില്ല? ഒരിക്കലും ബേജാറായില്ല. ബേജാറാവില്ലേ? ബേജാറാവുകയാണ് ആ സ്വഭാവം. അസ്രായീൽ അലൈഹിസ്സലാം അള്ളാഹു ഏൽപ്പിച്ച, പക്ഷേ അസ്രായീൽ അലൈഹിസ്സലാം കൊടുക്ക ബേജാറായി. എപ്പോ വന്നിട്ടാ കടലില് ഓർക്ക, പിന്നെ ഈ കപ്പൽ മുങ്ങിപ്പോയി. കടലില് കപ്പൽ ഇങ്ങനെ മുങ്ങിപ്പോയപ്പോ ആൾമാരെല്ലാം പിന്നെ മരിച്ചുപോയ ആ സമയത്ത് ഒരു ആ ഉമ്മ മുങ്ങിയോട്ടു. ഉമ്മ ചെറിയൊരു കിടാവും. ഈ സമയത്ത് എല്ലാ ആൾമാരും മുങ്ങിയാറ് പല ആൾമാരെ റൂഹ് ഞാൻ പിടിച്ചില്ല. കപ്പൽ മുങ്ങിപ്പോയിട്ട് പൊടിപൊടിയായി പോയിട്ട് ഉമ്മയൊട്ടിക്ക് ചെറിയ കിടാവാണ് കൊല പിടിക്കേ. അപ്പൊ നീ നല്ലൊട്ടിയെ ചൊന്ന എന്റെ റോത്തുണ്ട് ഉമ്മയുടെ റൂഹ് പിടിക്കണം, കിടാവിടെ റൂഹ് പിടിച്ചിരുന്നാവും, ഉമ്മയുടെ റൂഹ് പിടിക്കണം. അള്ളാഹു ചെന്നെങ്കിൽ പിന്നെ അധികം റൂഹ് പിടിക്കലേ. ആ കടലിന്റെ നടുവ് ആറുമാറും ബച്ചാവാക്കുമില്ലാത്ത സ്ഥലത്തിൽ നാനതാ ആ ഉമ്മയുടെ റൂഹ് പിടിച്ചു പോയെ. ഉമ്മയുടെ റൂഹ് പിടിച്ചിട്ട് നമുക്ക് വല്ലാത്ത ബേജാറായി. കാരണം ഉമ്മയുടെ റൂഹ് പിടിക്കുന്നതിലല്ല, ഉമ്മ മരിച്ചു പോയപ്പോൾ ചെറിയ കിടാവ്, ഈ കിടാവ് ആ രക്ഷപ്പെടുത്തു. ഈ കിടാവ് ആ രക്ഷപ്പെടുത്തു. നീ ചൊല്ലണം ആറ് ബച്ചാവാക്കും കിടാവ്, ചെറിയ കിടാവ്. ഞാൻ ആകെ ബേജാറായി പോയവരുടെ പിന്നെ ആ കിടാവത്തേക്ക് നിൽക്കുന്നില്ല. അള്ളാഹു താഴ ചെന്ന ആ കിടാവിടെ ഞാൻ ബച്ചാവാക്കില്ല. ഒന്നുമില്ല, ആ കിടാവിടെ ബച്ചാവാക്കില്ല. വീണ ആ കിടാവിടെ തന്നെയാ ബച്ചാവ്. ആറ് ബച്ചാവാക്കും? നിർത്താത്ത സംഭവം ആ കിടാവിടെ നാനാണ് രക്ഷപ്പെടുത്തിയത്. എന്തേ? ആ കിടാവ് ഒരു പലകനാണ് കൊടുത്തത്. ആ പലകയുടെ മേൽ ഈ കിടാവ് രചിത്ത് കരമാല കൊപ്പത്തിട്ട് സൈഡ് കിട്ടിട്ട് കിടാവ് മലപ്പാട് കൊടുക്കണം. 6 മല കൊടുക്കും. കാട് സിംഹത്തെ നാം കടത്തിയ കാട് സിംഹത്തെ കടത്തി ഈ കിടാവ് മലപ്പാട് കൊടുത്തിട്ട് ഈ കിടാവ് വലിയ ആളായി പിൽക്കാലത്ത് മാറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്രായീൽ അലൈഹിസ്സലാം ചെന്നാണ്ടായിട്ട് ലോകത്ത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ മിസ്സാക്കുന്ന ആരാണ്? അല്ലാഹുവാണ്. പടച്ചോനല്ലാത്ത ഒരാളും ഞങ്ങൾ രക്ഷപ്പെടുത്തുകയില്ല. അതുകൊണ്ട് നാം നടക്കുമ്പോഴും നാം ഇരിക്കുമ്പോഴും വെക്കുമ്പോഴും കിടക്കുമ്പോഴും ഏത് സ്ഥലത്ത് പോകുമ്പോഴും ഏത് മഞ്ഞിൽ തൗത്ത് പോയെന്നും ഏത് മരണത്തൗത്ത് പോയെന്നും ഏത് പ്രോഗ്രാം പോയെന്നും എവിടെ പോകുമ്പോഴും നന്റെ മനസ്സുണ്ടാവണോ, നന്റെ നോക്കുടക്കത്തോ പടച്ചോനുള്ള അവിടെയാണ് നാം സ്നേഹിക്കണായ. ലോകത്തൊരു പെണ്ണിടെ സ്നേഹിച്ചിട്ടും കാര്യമില്ല. ഏത് പെണ്ണിടെ ഭാഗത്തെ പോയവനും ബച്ചാവില്ല, താക്കാനിക്കാണ്. പെണ്ണിടെ ഭാഗത്തെ പോകണ്ടാണ്ടാ ചൊല്ലേ. പെണ്ണ് ചിരിച്ചാൽ പോവാ, അവൾ നിഷ്കാലാക്കിയാൽ പോവാ. അതുകൊണ്ടാണ് നാം പോയിട്ട് അവൻ ചെല്ലേ സുബ്ഹാനല്ലാഹ് മഹാന്മാർ ചെന്നാൽ പെണ്ണ് ചിരിച്ചപ്പോ വാങ്ങി പോയെ എങ്കിൽ നീ ആച്ചനാക്കണോ. സിംഹം ചിരിക്കലപ്പോ വന്നുണ്ട, സിംഹം പല്ലുകൊടുത്തപ്പ അത് അസാധപ്പതാണ്. അഥവാ സിംഹ പല്ലുകൊട്ടുണ്ടായെങ്കിൽ നീ സർവനാശായാട്ട, പെണ്ണ് പല്ലുകൊട്ടാവുണ്ടായെങ്കിൽ അർത്ഥം നീ സർവനാശായ. അതുകൊണ്ട് അവരുടെ ഭാഗത്തെ പോകണ്ട. ലോകത്തുള്ള എല്ലാ സ്നേഹങ്ങളും താൽക്കാലിക, ഒന്നും ശാശ്വതമല്ല. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടത്. നാം വാഹനത്തിൽ പോകുമ്പോഴും നമുക്ക് ധൈര്യം എന്റെ പഠിച്ചവനാണ്. നാം എവിടെ കിടക്കുമ്പോഴും ധൈര്യം എന്റെ പഠിച്ചവനാണ്, എന്റെ രക്ഷപ്പെടുത്തുന്നവനാണ്. ഏത് ചിമ്മിൽ നാം ഇടപെട്ടുന്നു, ഏത് കപ്പലിൽ നാം പോകുമ്പോഴും ഏത് ഫ്ലൈറ്റിൽ നാം പോകുമ്പോഴും എന്റെ മനസ്സിലുള്ള വിശ്വാസം നന്റെ ബച്ചാവാക്കാവുന്ന അല്ലാഹുവാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ഹയാത്തുള്ളവനാണ്, അവൻ മരിക്കില്ല. ഹയ്യു അൽ ഖയ്യൂം, അവൻ നിയന്ത്രിക്കുന്നവനാണ്. ലാ തഖൂഹു സിനത്തുൻ വലാ നൗം, അവൻ തൂക്കുറക്കം പിടിക്കില്ല. തൂക്കുറക്കം പിടിക്കില്ല എന്ന് അപ്പ ചെല്ലുവാറ് ഞാൻ നല്ല വരങ്ങില്ല, അതുകൊണ്ട് തൂക്കുറക്കില്ല. വിദ്യാർത്ഥി അല്ല വലാ നൗം, അവൻ വർണ്ണതുമില്ല. പലച്ചോർക്ക് തൂക്കുറക്കമില്ല, വർണ്ണതുമില്ല. ഈ പ്രപഞ്ചത്തെ സിദ്ധിച്ച് പരിപാലിക്കുന്നതിന്റെ അർത്ഥം ഇത് അറിഞ്ഞില്ല. എന്താവും?
ഇവിടെ ഒരു സൂര്യനും ഒരു ചന്ദ്രനും പരസ്പരം ഏറ്റുമുട്ടിയെങ്കിൽ ചരിത്രമുള്ള ഉണ്ടാകും. ഇവിടെ റോഡ് സൈഡിൽ റോഡ് വാഹനങ്ങൾ പോകുമ്പോൾ എത്ര കഥയാണെന്ന് കേൾക്കുക, ആക്സിഡന്റ് ആയ കഥ. അന്യ മനുഷ്യന്മാരെല്ലാം അത്രയാണ്. അതേ സമയത്ത് പടച്ചോണം സൂര്യ ചന്ദ്ര പരസ്പര ഡിക്കായിട്ട് ചരിത്രമില്ല. സൂര്യൻ ചന്ദ്രയുടെ മുട്ടില്ല, ഒരു ഗോളവും പരസ്പരം ഏറ്റുമുട്ടിയെങ്കിൽ ചരിത്രമില്ല. ഇവിടെ സൂര്യൻ പിന്നെ വരാട്ട് ജിമ്മായിക്കത്തെ ചരിത്രയിൽ ഇട്ടുതോളം സൂര്യൻ കറക്റ്റ് സുബൈക്ക് ഉദിച്ചോണ്ടുള്ളൂ. ഞാൻ ഇട്ടുതോളം തലവെച്ചാക്കില്ല. നാളെ സുബൈക്ക് സൂര്യൻ ഉദിക്കുവാണ്ടിട്ട് ഞാൻ തലവെച്ചാക്കിയ കാര്യമില്ല. അതെല്ലാം നിയന്ത്രിക്കുന്ന ഉറപ്പാണ്. 6 ഗಂಟೆ സൂര്യൻ അസ്തമിക്കുക, ഞാൻ തലവെച്ചാക്കുന്ന ഗതിയില്ല. സൂര്യൻ ഉദിക്കുന്ന ടൈമിൽ ഉദിച്ചോണ്ടുള്ളൂ, അസ്തമിക്കുന്ന ടൈമിൽ അസ്തമിച്ചോണ്ടുള്ളൂ. ഇതിന് വ്യത്യാസം വന്ന അപ്പൊ മനസ്സിലാക്കുന്നു ഖിയാമത്ത് നാളാവുണ്ട. അതുവരെ ഒരു തകരാറുമില്ലാണ്ട് എല്ലാത്തെയും നിയന്ത്രിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് 6 ചങ്ങായി വേണം. മങ്കാന ഷാഹിബൻ, ഇനി ഒരു റിക്വസ്റ്റും കൊടുക്കണ്ട, ഒരാളെ വാക്കറും ഞാൻ പോകണ്ട, ഒരാളെയും ഞാൻ സ്നേഹിക്കണ്ട. ഞാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും സ്നേഹിക്കണായ എന്റെ പഠിച്ചോണ്ടെയാണ് നക്കിത്രത്തോളം ആയുസ് തന്ന് നക്ക് നല്ല ആരോഗ്യം നിന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നക്കല്ലാഹുവിന്റെ ആരോഗ്യത്തെ ആ ഒരു നിയമത്ത് മനസ്സിലാക്കുള്ളൂ. അവർക്ക് മെഡിക്കൽ കോളേജിൽ പോയി നോക്കണം, അവിടെ എത്ര ആൾമാരാണ്. ICU എത്ര ആൾമാർ. ഒരു തണ്ണി പോലും നമുക്ക് കുടിക്കുവാവില്ല, ഒരു ശ്വാസം പോലും നമുക്ക് വലിക്കുവാവില്ല. പൈസ ധാരാളമുണ്ട്, പക്ഷേ ആ നിയമത്തങ്ങളെ തൊട്ട് അല്ലാഹു ഓടിപ്പോയ അപ്പോഴാണ് ഞാൻ അഞ്ചനാക്കുന്നത്. എന്റെ റബ്ബ് എത്ര നിയമത്താണ് റബ്ബേ നമുക്ക് തന്നെ. എന്റെ കണ്ണിന് എത്ര നല്ല നിയമത്താണ് തന്നെ, എത്ര ദൂരത്തും നമുക്ക് കാണുവാവുള്ളൂ. അതേ സമയത്ത് കണ്ണ് കാണാത്ത ആൾമാരുള്ള നമുക്ക് കണ്ണ് തീരെ കാണില്ല. ആ നിയമത്ത് അല്ലാഹു നമുക്ക് തന്ന കാത് നല്ല നിയമത്ത് അല്ലാഹു നമുക്ക് തന്ന സുബൈനെ കുറിച്ച മോഹിത്തോളം നമുക്കിന്ന് 30 ജില്ലാ വർഷമായിട്ടുണ്ടായെങ്കിൽ ഇന്നത്തോടെ സൂര്യനെ വെളിച്ചം നാം അനുഭവിച്ചുകൊണ്ടുള്ള ഇത് തന്നവൻ അല്ലാഹുവാണ്. ചിന്ന ഐത്തുണ്ടായെങ്കിൽ നാം ലൈറ്റ് കത്തുവാക്കണം. ലൈറ്റ് കത്തുവാക്കിട്ടാവുക പിന്നെ അവിടെ നിങ്ങളാവുമ്പോ ബില്ല് വന്നു, ബില്ല് വെട്ടില്ലാണ്ടായിരുന്നു ഡീസൽ കൊണ്ട് പോകണം. എത്ര പ്രയാസമാണ് നമുക്ക്. അതേ സമയത്ത് സുബൈനെ കുറിച്ച് മൊയ്ത്തോളാം നോക്കിക്കൊണ്ടു, സുബൈനെ കുറിച്ച് മൊയ്ത്തോളം ഇത്തു ഇവിടെ ലൈറ്റ് കത്തുവാക്കി ബില്ല് വന്നില്ല. എന്താ ഓട് വിളിക്കുന്നത് ഇല്ല. ജാവന തെല്ല് കത്തുവാക്കിട്ട് ആ ലൈറ്റ് ബില്ല് ഞങ്ങൾ കൊണ്ട് കെട്ടതാവില്ല. 6 ಗಂಟೆ ജാവ 6 ಗಂಟೆ സൂര്യനെ വെളിച്ചം അനുഭവിച്ചുകൊണ്ടുള്ള അതൊക്കെ നിക്ക് ബില്ല് കെട്ടേണ്ടായെങ്കിൽ രായപ്പെട്ടോളും. അതിന്റെ പേരിൽ 100 രൂപ പോലും ഞാൻ ഈ ഓഫീസും ബില്ല് അടിച്ചില്ല. അതൊക്കെ അഗത്യവുമില്ല. ഒരു ഒത്തിങ്കളാകുമ്പോ ബില്ല് കെട്ടിയില്ലെങ്കിൽ നല്ല ചിന്ത വെച്ചമേ ഇല്ല. പഠിച്ചുകൊണ്ട് തന്ന വെച്ചത്തെ ആ നിയമത്തെ എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര നിയമത്താണ് തന്നത്. ഇങ്ങനെ ഓരോന്നും എണ്ണിപ്പോയെങ്കിൽ ചെന്ന ഞാനായിപ്പോ അതുകൊണ്ട് ആ ഭാഗത്ത് നാം കിടക്കില്ല. അതുക്കുള്ള തെരുവുണ്ടെങ്കിൽ ആരുമില്ലാത്ത ടൈമിൽ 5 മിനിറ്റ് ഖാലിയായ രാജ്യത്ത് വെച്ചിട്ട് മനസ്സുകൊണ്ട് കൈവച്ച് അച്ഛനാക്കുന്ന എന്റെ റബ്ബ് നമുക്ക് തന്ന നിയമത്ത് എത്രയാണ്. അപ്പോഴാണ് ആ അല്ലാഹു കിട്ടിയ വിശപ്പാടുണ്ട്, ആ അല്ലാഹു കിട്ടിയ സ്നേഹം തന്നെ. അപ്പോഴാണ് അവിടെ തന്നെ നോക്കിക്കൊണ്ടുള്ള അവിടെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരാള് ക്ലാസ്സിൽ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ പേപ്പർ വെച്ചുകൊണ്ടുള്ള ഒരാള് ക്ലാസ്സിൽ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടുള്ളൂ. അപ്പമേ അവൾ വിളിച്ച് തൂക്കം വന്നവരെങ്കിൽ എന്താവും, ആ ഗ്ലാസ് കീഴ് കൊണ്ട് വടഞ്ഞു പോകും. അവരുടെ കയ്യിൽ കണ്ണട ഇങ്ങനെ പിടിച്ചില്ല, തൂക്കം വന്ന് വയ്ത്ത് കണ്ണട കീഴ് കൊടുത്തു വടഞ്ഞു വയ്ത്ത് മനുഷ്യരെ കഥയാ. പഠിച്ചോണ്ട് വെച്ച് വൈകിപ്പോയെങ്കിൽ പ്രപഞ്ച താറുമാറപ്പെടും. അതുകൊണ്ട് അല്ലാഹു ചൊന്ന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുലുഹു സിനത്തുൻ വലാ നൗം. ഒരിക്കലും മറന്നാത്ത തൂക്കുറക്കം പിടിക്കാത്ത ആദിയില്ലാത്ത അനാദിയായ ഒരിക്കലും അവസാനിച്ചു പോവാത്ത ഏറ്റവും നല്ല റബ്ബുലാണ് നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ അഗ്നി ആരാധകന്മാരെ കഥ നാം വായിച്ചു. 1000 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ജനിച്ചപ്പോ 1000 വർഷത്തോളം അഗ്നി ആരാധകന്മാർ കത്താറ്റുകൊണ്ടിരുന്നെങ്കിൽ തീ എട്ടുമില്ല ദേശത്ത്. 1000 വർഷം ഒരു തീരെ കത്തുവാറ്റിട്ട് ഞങ്ങളുടെ തീരെ നിങ്ങൾ നോക്കൂ. മനുഷ്യരെ ബുദ്ധി ഇല്ലാണ്ടായിപ്പോയെങ്കിൽ അവിടെ നശിച്ചിട്ടേ കൊണ്ട് ഒരു 1000 വർഷം ഒരു തീരെ കാക്കരുത്. എന്നിട്ട് ചൊല്ല അത്തീൻ എന്റെ ദൈവമാണ്. ആയിരത്തിന് തീരെ തീക്കൊണ്ട് ഈ തീ കത്തുവാറ്റിട്ട് ഓൺ പോയവരെ കാക്കോ ചൊല്ലായിരുന്നു എന്റെ ദേവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ദൂരത്ത് നോക്കും, ഇങ്ങനെ ദേവരെ രചിതാക്കോ. അതേ സമയത്ത് നമുക്കോ പഠിച്ചോണ്ടുള്ള ആ പഠിച്ചോണ്ട് ഞങ്ങളെ കാക്കുന്ന അവന്റെ ഞങ്ങളാക്കുന്ന അകത്തേയില്ല. ഇതാണ് മുസ്ലിമീങ്ങളും അല്ലാത്ത ആൾമാരുടെ ദൈവത്തെ വ്യത്യാസം. ആ പഠിച്ചോണാണ് എല്ലാരെയും കാക്കണം, എല്ലാ തീരെയും എല്ലാത്തെയും കാക്കണവൻ അല്ലാഹുവാണ്. അപ്പൊ ആ അല്ലാഹുവിനുള്ള വിശ്വാസം, ആ അല്ലാഹുവിനുള്ള വിശ്വപ്പാട് നിന്റെ കൽബ് എപ്പ വേണ്ട അപ്പോഴാണ് ഈമാന്റെ മാധുര്യം നമുക്ക് കിട്ടുകയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ചെല്ലാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 വിഷയമാണ് ചെന്നത്.
അതിൽ ഒന്നാമത്തെ വിഷയം മൻ അറാദ സാഹിബൻ ഫല്ലാഹു യക്ഫി. ഒരാൾക്ക് സാഹിബ് വേണുണ്ടായെങ്കിൽ, ചങ്ങായി വേണുണ്ടായെങ്കിൽ അള്ളാഹു വയ്യാവും. എനി ടൈം ആ അള്ളാഹുടെ ദിക്റാണ്. അള്ളാഹുടെ ദിക്ർ കൊണ്ടല്ലാണ്ട് ലോകത്ത് സമാധാനത്തെ മറന്നു തന്നത് ആർക്കും സാധ്യയില്ല. ഈ അടുത്ത് സഭാപതി അല്ലെ, അയാൾ ആത്മഹത്യയാക്കി പോയി, 4 പേര് അച്ഛനാക്കി പോയി. എന്റെ പൈസ ഇല്ലാണ്ട, എന്റെ അയാൾ ടെൻഷൻ ഉണ്ടാ നോക്കുമ്പോ ചെന്നാൽ ഇനി വായന എടുക്കണമെങ്കിൽ പൈസ അയാളുടെ ഉള്ളൂ. അയക്കുമെന്നുള്ള ഒരാൾ ബന്ധപ്പെട്ടു പോയിട്ട് അയാളെ കീഴിൽ 50,000 ആത്മാവുള്ള ആൾ. പക്ഷേ ജീവിതത്തെ അന്ത്യം ആത്മഹത്യകൾ ശരണയ്ക്ക്. സമ്പത്തുണ്ടു, ബാക്കി സൗകര്യങ്ങളുണ്ട്, പക്ഷേ ടെൻഷനാണ്. മനസ്സ് തന്നെ ടെൻഷൻ കൊണ്ടുപോയിട്ട് ഈ ടെൻഷൻ മാറാനുള്ള ഏറ്റവും വലിയ തെറും അലാ വിധിക്കില്ലാതെ തത്വമൊരു മനസ്സിന് സമാധാനം പറഞ്ഞുണ്ടായത് അള്ളാഹുടെ സ്മരണയാണ് വേണ്ടത്. നന്റെ പടച്ച് പരിപാലികളൊക്കെത്തോടൊപ്പം നന്റെ എല്ലാ ടൈമുകളും നോക്കിക്കൊണ്ടുള്ള ബോധം ഒരു മനുഷ്യർ വത്തുണ്ടായത് ഒരു CC ക്യാമറത്തെ അകത്തിയില്ല, എന്തിനെയും അകത്തിയില്ല. കാരണം എന്റെ മനസ്സിലുള്ളത് അള്ളാഹുടെ പേടിയാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഭയം അള്ളാഹു ഖൽബിൽ ഇട്ടു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുടെ മാത്രം സ്നേഹിച്ച് ജീവിതത്തിൽ അള്ളാഹുടെ നാമം മാത്രം ചൊല്ലിട്ടു ജീവിതത്തിന്റെ അന്ത്യ നിമിഷത്തിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് മാത്രം ചൊന്ന് മരണപ്പെടുമ്പോൾ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുടെ മഹബ്ബത്ത് കൊണ്ട് അള്ളാഹു ഖൽബ് പ്രകാശിപ്പിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഈ നിമിഷം വരെ നാക്കിപ്പോയ കേട്ട തപ്പു ഞങ്ങളുടെ കണ്ണുകൊണ്ട്, ഞങ്ങളുടെ കൈ കൊണ്ട്, ഞങ്ങളുടെ ഖൽബ് കൊണ്ട്, ശരീരത്തെ ഓരോ അവയവങ്ങളെ കൊണ്ടും ആയിരക്കണക്കിൽ കണക്കില്ലാത്ത തെറ്റുകൾ ആക്കിയ അള്ളാഹു എല്ലാം പുറത്തു തരുമാറാവട്ടെ. ഈ മജ്‌ലിസിലെ ബർക്കത്ത് കൊണ്ട് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം പുറത്തു തന്ന് അള്ളാഹുടെ ഭയവും തഖ്വയും ഞങ്ങളുടെ ഖൽബിൽ അള്ളാഹു വിട്ടു തരുമാറാവട്ടെ. ജീവിതത്തെ ഉടനീളം സ്ഥലത്തുകൊണ്ട് മാത്രം പേടിച്ച് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി ജീവിക്കൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റവും നല്ല നിമിഷം അള്ളാഹു ഞങ്ങളുടെ മരണ നിമിഷമാക്കി തരുമാറാവട്ടെ. ടെൻഷൻ, പ്രയാസങ്ങൾ, ബേജാറുകൾ അനുഭവപ്പെടുന്ന എല്ലാ ആത്മാര പ്രയാസങ്ങൾ അള്ളാഹു ഈ മജ്‌ലിസിലെ ബർക്കത്തുകൊണ്ട് നീക്കി തരുമാറാവട്ടെ. اللهم اجعل جمعنا على جمع مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. والحمد لله رب